ഹലോ. ആ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാടോ കൊറേ ദിവസമായില്ല കണ്ടിട്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് വന്നൂടെ? ആ, ഇല്ല, ഈ കാണലുണ്ടാ? ആരെയും കാണലില്ലല്ലേ? ഞാനും അതെ, ആരെയും കാണലില്ല. അതാ രഞ്ജിനി. രഞ്ജിനി കൂടെ പഠിച്ചിരുന്നേ. ആ, ഭാര്യ. ആ, ഈ ഒരു ദിവസം വായോട്ടാ. അല്ലെങ്കിൽ ഞാൻ ആ വഴിക്ക് വരുമ്പോറുണ്ട്. ആ, അതൊക്കെ തന്നെ ഉള്ളൂ. ആ, ആണ്. ഇന്നൊന്ന് വിളിച്ച് പറയണ്ടേ? അത് ശരി. ഞാൻ അറിയാതെ ഞാൻ എങ്ങനെ വരിക? ആ, അവള് പിന്നെ തീരെ വിളിക്കില്ല. ആയിക്കോ. അതെ, മറ്റേ എന്റെ കൂടെ പഠിച്ചിരുന്ന മറ്റേ ഇവളില്ലേ, ശില്പ. ഓളാ. ശില്പല്ലേ? ആ, അവള് കൊറേ ദിവസമായി വിളിച്ചിട്ടേ. ഞാൻ വിളിക്കായിരുന്നു. ഇല്ല മുത്തേ. ഞാനേ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് ഇങ്ങനെ കിടന്നതാ. നീ കിടന്നില്ലേ? ഇല്ല, ഇവിടെ ഉണ്ട്. ആ, ഇല്ല, സംശയൊക്കെ ഉണ്ട്. എന്നാലും പറ്റിക്കാൻ എളുപ്പാ. ഞാൻ എന്തേലും നുണ പറഞ്ഞിട്ടൊക്കെ തടി തപ്പും. ഞാനിപ്പോ ഇങ്ങോട്ട് കേറി വരികയാണെങ്കിൽ എന്തേലും അഡ്ജസ്റ്റ് ചെയ്താൽ മതി സംസാരിച്ചിട്ടേ. ഇവിടെ ഉണ്ട്, ചെലപ്പോ കേറി വരും. സൂത്രത്തില് നോക്കൊന്നുമില്ല. അതെ. വേറെന്താ? എന്നാ ശരി. ഒരു ആ. ഉം, 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 എന്ത് എന്ത് അതെ, ഇവിടെ ഒരു അണ്ണാൻകുട്ടി ഇതിന്റെ ഇടയിലേക്ക് വന്നിട്ട് അങ്ങനെ അത് ആ ചുമരിന്റെ മുകളിൽ കൂടെയാണ് കേറിയിട്ട് ഇങ്ങനെ കണ്ടു വന്നു. അപ്പൊ ഞാൻ അതിനെങ്ങനെ വിളിക്കായിരുന്നു. ആരെയും ഫോണില്? അതാ രഞ്ജിനിയാണ്. നേരത്തെ ആരായിരുന്നു? ലതിക. അല്ല, നിങ്ങൾ പഠിച്ചത് വല്ല ഗേൾസ് സ്കൂൾ എന്തെങ്കിലുമായിരുന്നോ? അല്ല. അല്ല, നിങ്ങളെ വിളിക്കുന്നത് രഞ്ജിനി, ആദ്, പ്രിയ, മഞ്ജു, അങ്ങനെ ഇങ്ങനെ പെണ്ണുങ്ങള് മാത്രാണല്ലോ. ആൺകുട്ടികളൊന്നും ഇല്ലേ? എടി, ആൺകുട്ടികൾ അവരൊക്കെ ജോലിക്ക് പോകൂലേ? ഇവര് വീട്ടമ്മമാരല്ലേ. അപ്പൊ അവരിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ വിളിക്കണതാണ്. പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈമിൽ ഇരിക്കുമ്പോ ഇങ്ങനെ വിളിക്കണതാണ്. അല്ലാതെ മറ്റുള്ളവരൊക്കെ ചിലപ്പോ ഓഫീസിലാ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ ആൺകുട്ടികളൊക്കെ. അതാണ്. ഞങ്ങക്ക് പിന്നെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ലീവല്ലേ, കാരണല്ലേ. എന്തൊരു സംശയം പോലെ. ഏയ്, സംശയമൊന്നുമില്ല. ഇപ്പൊ നാട്ടിലെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, കെട്ടിയന്മാരെ മുറിച്ച് മുറിച്ച് പീസാക്കിയിട്ട് ഈ കുക്കറിലിട്ടിട്ട് വേവിക്കുക, ഡ്രമ്മിലിട്ടിട്ട് വാർപ്പ് ചെയ്യുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇല്ല, അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. ട്രെൻഡ് ഞാൻ ഇല്ല. കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു ട്രെൻഡ് ഫേസ്ബുക്കില്. എന്റെ പൊന്നു മോനെ, ആ ട്രെൻഡ് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് ട്ടാ. പഹച്ചിനിപ്പോ ആ ട്രെൻഡ് എടുക്കുവോ? അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. പറയാൻ പറ്റില്ല. പൊന്നാരെ, വേണ്ട.